Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ ആണ് ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM തേർഡ് സെമസ്റ്റർ എക്സാം റിവാലുവേഷൻ റിസൾട്ട്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ ഒരുപാട് കുട്ടികളുടെ മാർക്ക് ഇംപ്രൂവ് ആയിട്ടുണ്ട്. ബട്ട് അറ്റ് ദി സെയിം ടൈം മെജോറിറ്റി കുട്ടികൾക്ക് നോ ചേഞ്ച് എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. ഇൻകം ടാക്സിലൊക്കെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിവാലുവേഷൻ കൊടുത്തിട്ട് ചേഞ്ച് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടുള്ള കുട്ടികൾക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് കിട്ടിയിട്ടുള്ള മാർക്ക്. നോ ചേഞ്ച് ആണ് വന്നിട്ടുള്ളത്. ബട്ട് കുറേ കുട്ടികൾക്ക് മാർക്ക് കൂടിയിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ മാർക്കിന് ഒരു മാറ്റവും വരാണ്ട് ഉള്ള കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ അവസരം കഴിയാറായോ, എത്ര തവണ എക്സാം എഴുതാൻ സാധിക്കും, അങ്ങനെയുള്ളൊരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്. സോ ഈ ഒരു മാറ്ററാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് എന്തെങ്കിലും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. ഇതാണ് റിവാലുവേഷൻ റിസൾട്ട് ഓഫ് തേർഡ് സെമസ്റ്റർ MCOM ഡിസ്റ്റൻസ് SD CBCSS 2019-20 അഡ്മിഷൻ, അതുപോലെ തന്നെ 21-22 അഡ്മിഷൻ എല്ലാവരുടെയും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്യുക. ഇനി ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി പറയണു. നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ 4 years ആണ് യൂണിവേഴ്സിറ്റി തരുന്നത് നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. 4 yearsനുള്ളിൽ നിങ്ങൾ 4 സെമസ്റ്ററിലെയും പേപ്പേഴ്സ് അപ്പിയർ ചെയ്ത് പാസ്സായിരിക്കണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് 1 time സപ്ലിമെൻ്ററി ആയിരിക്കും ഉണ്ടാകുക. ഇപ്പോൾ 2019 അഡ്മിഷൻ സ്റ്റുഡൻസിൻ്റെ ലാസ്റ്റ് ചാൻസ് 2023 അവർക്ക് ഇപ്പോൾ 1 time സപ്ലിമെൻ്ററി ആണ് വരുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ അതുപോലെ തന്നെ 2020 അഡ്മിഷൻകാരുടെ ലാസ്റ്റ് ചാൻസ് ആണിത്. നിങ്ങൾക്ക് ഈ ഒരു അവസരം കഴിഞ്ഞാൽ പിന്നെ 1 time സപ്ലിമെൻ്ററി ആയിരിക്കും വരാം. ഓക്കെ, ഇതാണ് ഈ സംഭവം. അല്ലാണ്ട് ഇത്ര തവണ എന്നല്ല, അഡ്മിഷൻ എടുത്ത് 4 വർഷം, ഇതാണ് സംഭവം കേട്ടോ. ഓക്കെ, അപ്പോൾ തേർഡ് സെമസ്റ്ററിൽ സപ്ലി കിട്ടി റിവാലുവേഷൻ കൊടുത്തിട്ട് നോ ചേഞ്ച് വന്നിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ 4th സെമസ്റ്റർ എക്സാമാണ് ഇനി വരാൻ പോകുന്നത്. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് തേർഡ് സെമസ്റ്റർ വരുമ്പോൾ അതിലോട്ട് പോവുക. ടൈം എന്തായാലും കുറച്ച് ലാഗായി പോവും, അവിടെ വേറെ ഒരു നിവൃത്തിയില്ല. ഓക്കെ, ദെൻ നമ്മുടെ സ്ഥാപനം MCOMന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡിടും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. നമുക്ക് തേർഡ് സെമസ്റ്ററിൽ 3 പേപ്പേഴ്സ് ഏറ്റവും ഘനഗാംഭീര്യമുള്ള സബ്ജക്ട്സ് ഉണ്ട്. ടാക്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തേർഡ് സെമസ്റ്ററിലത്തെ വില്ലൻ അത് തന്നെയാണ്. അതുപോലെ തന്നെ 4th ഇത് തന്നെയാണ് വില്ലൻ. ബാക്കി 2 പ്രോബ്ലം പേപ്പേഴ്സ് പിന്നെയുണ്ട്. അപ്പോൾ 3 സബ്ജക്ട്സിൻ്റെ ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സബ്ജക്ട് വൈസ് ക്ലാസ്സസ് ആക്സസ് ചെയ്യാൻ സാധിക്കും. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.